എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ശ്രീകാന്ത് കോട്ടക്കൽ എന്ന് പറഞ്ഞ പത്രപ്രവർത്തനുണ്ട്. ശ്രീകാന്തിന്റെ തുടക്കകാലത്ത് മാതൃഭൂമിയിൽ ജോലി കിട്ടിയിട്ട് ആദ്യം കൊടുത്ത അസൈൻമെന്റ് വീക്കെൻഡ് ഇന്റർവ്യൂ എടുക്കാനാണ്. വേഗം ഇയാള് തിരുവില്ലാമല വേറെ പോയി ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിൽ കയറി തിരുവില്ലാമല ചെന്ന് ഓട്ടോറിക്ഷ കയറി വീക്കെൻഡ് വീട്ടിൽ ചെന്നു. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞില്ല പോയിക്കാം, ഞാൻ കുറച്ച് സമയം എടുക്കും. ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചെന്ന് വീക്കെൻഡ് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ മാതൃഭൂമിന്നാ പറഞ്ഞപ്പോ തന്നെ വീക്കെൻഡ് ഓട്ടോറിക്ഷക്കാരനെ അറിയാം, അങ്ങനെ ഒന്നും ഇന്റർവ്യൂ കിട്ടൂല എന്നറിയാം. അപ്പൊ അന്നാണ് ശ്രീകാന്തിന് മനസ്സിലാണ് വീക്കെൻഡ് ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടൊരു ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, അങ്ങ് ജനറൽ ചാത്തൻസ് എഴുതുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളും നാട്ടിൻപുറത്തെ ചില കഥാപാത്രങ്ങളും തമ്മിൽ, നാട്ടിൻപുറത്തെ അമ്മിണിയമ്മയും അവിടുത്തെ നാണുവരെയും തമ്മിലും ബന്ധപ്പെടുത്തും. അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊരു കഥ എഴുതുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും, അത് എന്താണ് അങ്ങനെ ഒരു വൈരുദ്ധ്യം ചെയ്യുന്നതെന്ന് വളരെ പ്രിപ്പയർ ചെയ്തിട്ട് ചോദിച്ചാൽ, ഇങ്ങനൊരു വൈരുദ്ധ്യം കാണിക്കുന്നത് എന്താണ് ഒരു നാട്ടിൻപുറത്തുകാരനെയും വല്ലോ ഇത്, അതെന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? വീക്കെൻഡ് എണീറ്റിട്ട് പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവില്ല.